പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ പോലത്തെ വലിയ ഒരു സാഹചര്യങ്ങൾ അന്നില്ലായിരുന്നെങ്കിലും കഷ്ടപ്പാടുകൾ നിറഞ്ഞതും പ്രയാസങ്ങൾ നിറഞ്ഞതുമായ ജീവിത സാഹചര്യങ്ങൾ അന്ന് മഹാഭൂരിപക്ഷം പേർക്കുണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് അതൊന്നുമല്ലാതെ ഏകോദര സഹോദരങ്ങൾ ഒന്നിച്ചു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവരുടെയും മക്കൾ അല്ലേ, പണമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും നാനാവിധ ജാതി മത്സര മക്കളെല്ലാം ഒന്നിച്ച് കളിച്ച് പഠിച്ച് വളരുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നാടിൻ്റെ മതേതരത്വം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം മാറി പൈസ ഉള്ളവർക്ക് മാത്രം ഒരു വിദ്യാലയം, പണമില്ലാത്തതിന് വിദ്യാലയം എന്നുള്ള സാഹചര്യം വരുന്നപ്പോഴാണ് ആ രീതിയിലൊക്കെ വിഷയങ്ങളുണ്ടായി. വീണ്ടും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ കേരളത്തിൽ സജീവമായി വരികയാണ്. ഇപ്രാവശ്യം ആജീവ് സ്കൂൾ 100% വിജയം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ സന്തോഷമില്ല ആ കാര്യത്തിൽ? ആയിഷ സ്കൂൾ 100% മേടിച്ചു തന്നപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്ത് 100% ഒന്നും ഇല്ലെങ്കിൽ പോലും ജയിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ് അല്ലേ. 210 മാർക്ക് കിട്ടിയ 10 മാർക്ക് മോഡറേഷൻ കിട്ടി 210 ഇപ്പോൾ ജയിച്ചു വരും. ഒരു 300 മാർക്ക് മേടിച്ചാൽ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അവിടെ നിന്നൊക്കെ പോയി ഇപ്പോൾ കുട്ടികളൊക്കെ മഹാഭൂരിപക്ഷം കൊച്ചിയിൽ ഏതാണ്ട് എനിക്കൊണ്ട് 700ഓളം കുട്ടികളാണ് ഫുൾ A+ മേടിച്ചിട്ടുള്ളത്. ഈ നമ്മുടെ കൊച്ചി മണ്ഡലത്തിൽ ആലോചിച്ച് നോക്കി, നമ്മൾ അത്രയും വിദ്യാഭ്യാസമെല്ലാം ഉയർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പം നിങ്ങളുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. നിങ്ങളിതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ, ഓരോരുത്തർക്ക് അവതരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയും പാട്ടും ഇതൊക്കെ ഇട്ട് ഭയങ്കരമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എല്ലാ വർഷവും ആഗസ്റ്റ് 15 അത് ആഘോഷിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ നന്നായി മുന്നോട്ട് പോകണം. ആ കാര്യങ്ങൾ എത്ര ദൂരെ പോയാലും നിങ്ങൾ ഈ ദിവസം ഇവിടെ ഒന്നിച്ചു കൂടുന്നവരാണ്. അതാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാം ഒരു ഐക്യത്തിൻ്റെ കാരണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു വേദനാജനകമായ പ്രശ്നം നമുക്കറിയാം അല്ലേ. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. 77 വർഷം പൂർത്തിയാക്കി 78ാം ഇതിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ്. അങ്ങനെ രാജ്യം കടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് നമ്മളെ നയിക്കുന്നതാരാ? നമ്മുടെ ഭരണഘടനയാണ്, ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കാനുള്ള ചില വെല്ലുവിളികളൊക്കെ നേരിടുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇപ്പം അതിന് ശമനം വന്നിട്ടുണ്ടെന്ന് കാര്യം നിങ്ങൾക്കറിയാമല്ല, അതിന് ശമനം വന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഭരണഘടനയും ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം, അതുപോലെ തന്നെ ജനാധിപത്യം, അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മതേതരത്വവും ജനാധിപത്യവും ഇല്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അതില്ലാത്ത രാജ്യങ്ങളുടെ സ്ഥിതി നമുക്കറിയാമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ അത് കണ്ട് മനസ്സിലാക്കിയാണ് ഭാരത ജനത ഇപ്പോൾ തയ്യാറായി വന്നിട്ടുള്ളത്. അത് കുറേ കൂടി ഇനി തയ്യാറാകുന്നുണ്ട്. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി നമ്മൾ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ആ ഓർമ്മകൾ നമുക്ക് കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്നുണ്ടായിട്ടുള്ള വയനാട് സംഭവം നമുക്കറിയാം. വയനാട്ടിലെ അതിദാരുണമായ ഉരുൾപൊട്ടലിലൂടെ നമ്മുടെ നാട് ഇതിനു മുമ്പ് കാണാത്ത ഏറ്റവും വലിയ ദുരന്തമായിരുന്നു കേരളം. ഇപ്പോൾ മൻസൂർ സേട്ടൻ്റെ കൂടെ പോയിട്ട് കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പോയി. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വിവിധ മേഖലകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇപ്പോൾ ഏതാണ്ട് 100 കോടി വന്നാണ് പറയുന്നത്. ഇനിയും ഒരുപാട് തുക വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ പുനരധിവാസം കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പുനരധിവാസം വരുന്നത് വരെ അവർക്ക് താമസിക്കണം, അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യണം. അതിനൊക്കെ ചില സംവിധാനങ്ങൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട് വേറെ കുടുംബത്തിൻ്റെ ആശ്രിതർക്ക് 6 ലക്ഷവും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും അവർക്ക് ദൈനംദിനത്തിനുള്ള പൈസകളൊക്കെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വന്ന് സ്ഥലം സന്ദർശിച്ച് പോയതല്ലാതെ ഒരനക്കവുമില്ല. പ്രധാനമന്ത്രി വന്നപ്പോൾ നമുക്കൊക്കെ സന്തോഷമായി. പ്രധാനമന്ത്രി വന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ, ഒരു ദുരന്തം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള തുക കിട്ടും. പക്ഷേ ഇതുവരെയും അദ്ദേഹം അനങ്ങിയിട്ടില്ല. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചത് ആഗസ്റ്റ് 15 അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് ഓർത്തു. ആഗസ്റ്റ് 15 ഈ വയനാട് ദുരന്തത്തിനെ സഹായിക്കാൻ വേണ്ടി ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു എന്ന് ഓർത്തു. പക്ഷേ ഇപ്പോഴും അനങ്ങിയിട്ടില്ല. അതെന്ത് തന്നെ ആയാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കൈയഴിച്ച് അതിനെ സഹായിക്കുന്നുണ്ട്. അതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതാണ് മലയാളികൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം. ആ പ്രവർത്തനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസമാണ്.
വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യനായി തീരുകയാണ്. അതാണ് ഏറ്റവും വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. അത് നേടിയവരാണ് മലയാളികളെല്ലാവരും. അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയിഷ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. പഠിച്ച കാലഘട്ടത്തിലെയും പഠിച്ചതിന് ശേഷം നിങ്ങൾ വിവിധ മേഖലകളിലേക്ക് പോയവരുണ്ടാവും, വിവിധ ജോലികൾ ചെയ്തവരുണ്ടാവും, വിവിധ കാര്യങ്ങൾ ഏർപ്പെട്ടവരുണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നിച്ചിരുന്ന് കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് പങ്കുവെച്ച് പിരിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു നിർവൃത്തി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിലൂടെ ആജിസ് സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും ഏറെ മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കിയാണ്. നിങ്ങൾ ഇവർ കൂടുന്നതിലും ഒത്തുചേരുന്നതിലും ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഈ സംഗമ പരിപാടി, ഈ വർഷത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.